പോലീസ് സംഘം എല്ലാ സ്ഥലത്തും വല വിരിച്ചു, വളരെ ശക്തമായി പഴുതടച്ച അന്വേഷണം എന്നൊക്കെ പറയുമ്പോഴും സിദ്ദീഖിനെ ഇതുവരെയും കണ്ടുപിടിക്കാനായിട്ടില്ല. ഇനി സിദ്ദീഖ് ഹാജരാവുകയാണ് എങ്കിൽ അത് എവിടെ നിന്ന് വരും? നമ്മൾ ഈ സാധാരണ ഭാഷയിൽ പറയുന്ന പോലെ നൂലിൽ കെട്ടിയിറക്കിയതുപോലെ വരാൻ കഴിയില്ലല്ലോ. അങ്ങനെയെങ്കിൽ പോലീസിന്റെ ഒത്താശ ഉണ്ട് എന്ന് തന്നെ ഉറപ്പിക്കണം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവും. ഏതായാലും ആലുവയിലെ സിദ്ദീഖിന്റെ വീടിന് മുന്നിൽ നിന്നും അരുൺ ശങ്കർ ഒപ്പം ചേരുന്നുണ്ട്. അരുൺ ശങ്കർ, ഗുഡ് മോർണിംഗ്. ആലുവയിലെ വീട് ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണോ? ആ ഭാഗത്ത് പോലീസോ മറ്റോ ഉണ്ടോ? ആലുവയിലെ വീട്ടിൽ സിദ്ദീഖിൻ്റെ ബന്ധുക്കളുണ്ട്. പക്ഷേ ഇവിടെ മാത്രമല്ല സിദ്ദീഖിന് വീടുള്ളത്. പടമുകൾ എന്നുള്ള സ്ഥലത്തും വീടുണ്ട്. ഈ രണ്ട് വീടുകളിലായിട്ടാണ് സിദ്ദീഖ് നേരത്തെ താമസിച്ചിരുന്നത്. പക്ഷേ ഇവിടെ മകൻ നേരത്തെ ഉണ്ടായിരുന്നു. മകൻ ഇപ്പോൾ ഡൽഹിയിലാണുള്ളത്. കേസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മകൻ ഡൽഹിയിലേക്ക് പോയി. പോലീസ് ഇവിടെ വന്ന് നേരത്തെ ഇവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസിൻ്റെ സാന്നിധ്യം ഈ പ്രദേശത്തെങ്ങുമില്ല. കാരണം ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇവിടേക്ക് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അത്തരത്തിലുള്ളൊരു സാന്നിധ്യവും പോലീസിൻ്റേത് ഇല്ല. നിലവിൽ പ്രധാനപ്പെട്ട ആരോപണം നേരത്തെ രാഗിനൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പ്രധാന ആരോപണം എന്ന് പറയുന്നത് സിദ്ദീഖിന് പോലീസ് ആനുകൂല്യം അനുവദിച്ചിരിക്കുന്നു. അതായത് എല്ലാ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം സിദ്ദീഖിന് അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം പോലീസിന് കൃത്യമായിട്ട് തന്നെ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. ഹൈക്കോടതി മുൻകൂർ അപേക്ഷ തള്ളിയ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അത് മാത്രമല്ല അതിന് മുമ്പും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അന്ന് തന്നെ നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടിയത്. അതായത് ഹൈക്കോടതിയിൽ ഈ ഹർജി നൽകുമ്പോൾ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവും അല്ലെങ്കിൽ വാക്കാലുള്ള നിരീക്ഷണം പോലും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ എപ്പോൾ വേണമെങ്കിലും സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. ഇക്കാര്യത്തിലൊരു മെല്ലപ്പോക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. എന്തായാലും ഇന്ന് വളരെ നിർണായകമാണ്. കൊച്ചിയിൽ തുടരുന്ന പോലീസ് സംഘം എവിടെയൊക്കെ സിദ്ദീഖിന് വേണ്ടി തെരച്ചിൽ നടത്തി. കഴിഞ്ഞ ദിവസം സിദ്ദീഖിന്റെ മകന്റെ സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡിയിലെത്തിയിരുന്നു. അത് വലിയ വിഷയമാക്കി മാറ്റിയിരുന്നു സിദ്ദീഖിന്റെ മകൻ ഷഹീൻ. കാരണം അവരെ അനാവശ്യമായി കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നു, അവരുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന തരത്തിലുള്ള ഒരു ആരോപണം സിദ്ദീഖിന്റെ മകൻ ഉന്നയിച്ചത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കസ്റ്റഡിയിൽ വെച്ചിട്ടില്ല, നോട്ടീസ് നൽകി ഹാജരാകാൻ ആവശ്യപ്പെടുക മാത്രമായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞതും, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ് പിന്നീട് സുഹൃത്തുക്കൾ മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കിയത്. പോലീസ് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ്, അതായത് ആദ്യം നോട്ടീസ് നൽകി ഹാജരാകാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ ഹാജരായി പോലീസിന് മൊഴി നൽകുകയായിരുന്നു എന്നുള്ളതാണ് പിന്നീട് വ്യക്തമായത്. അവർ തന്നെയാണ് നേരിട്ട് നമ്മളോട് ഇക്കാര്യം വ്യക്തമാക്കിയത്. അപ്പോൾ ഷഹീൻ ഉന്നയിച്ച ആരോപണം ശരിയല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ അത്തരത്തിലുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരാളെ പിടികിട്ടാതിരിക്കുമ്പോൾ അവരുടെ ബന്ധുക്കളിലേക്ക് അന്വേഷണം പോവുക, അവരുടെ സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം പോവുക, അതൊക്കെ സർവ്വസാധാരണമാണ്. അതിനെ ഇന്ന് വലിയ രീതിയിൽ പർവ്വതീകരിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോഴും പോലീസ് ഇതൊക്കെ വെറും നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് മാത്രം കാട്ടിക്കൂട്ടുന്നതാണോ എന്നൊരു ചോദ്യവുമുണ്ട്. ആ ചോദ്യം തന്നെയാണ് തുടക്കം മുതൽ നിലനിൽക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ഉള്ളത്. എന്ത് പ്രഹസനമാണ് സജി എന്ന് ചോദിക്കുന്നത് പോലെ ഇതെന്ത് പ്രഹസനമാണ് പോലീസ് ചെയ്യുന്നത്, പോലീസ് കാണിക്കുന്നത്? തുടക്കം മുതൽ പറയുന്നതാണ്, ഏതൊരു കൊച്ചുകുട്ടിക്കും മുഖപരിചയമുള്ള ഒരാൾ പിന്നെ എന്തുകൊണ്ട് സിദ്ദീഖിനെ പോലെ ഒരാളിലേക്ക് അന്വേഷണം എത്തുന്നില്ല? പോലീസ് അത്ര നിഷ്ക്രിയമൊന്നുമല്ല എന്ന് മലയാളികൾക്ക് നന്നായി അറിയാം.